നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ലിൻഡോ കിറ്റിക്കൽ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ അഗസ്ത്യച്ചീരനെ പറ്റിയിട്ടാണ് കേട്ടോ. എന്തോരം പറഞ്ഞാലും മതി വരാത്തൊരു വസ്തുവാണ് അഗസ്ത്യച്ചീര. ഇതിപ്പോൾ അഗസ്ത്യമുനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇതിന് അഗസ്ത്യച്ചീര എന്ന പേര് ഒന്നാണ് പറയപ്പെടുന്നത്. ഇതിന് അഗസ്ത്യമുരിങ്ങ, അഗത്തിച്ചീര എന്നൊക്കെ അറിയപ്പെടുന്നു. ഇത് റെഡ്, വൈറ്റ്, മഞ്ഞ, നീല പുഷ്പങ്ങളുള്ള ചെടികൾ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും ഇന്ത്യയിൽ ആകെ റെഡും വൈറ്റും മാത്രമാണ് പൊതുവെ കാണാറുള്ളത്. ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ 5 വർഷം വരെയൊക്കെ ആശം കേടാവാതെ നിന്നോളും. 10 അടി ഉയരത്തിലൊക്കെ വളരും. ഇതിൻ്റെ ഇലയിൽ നന്നായിട്ട് മാംസ്യം, കാൽസ്യം, ഫോസ്ഫറസ്, ലോകാംശങ്ങൾ, മൂലകങ്ങൾ, ABC മൂലകങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നു. പുഷ്പത്തിൽ BC ജീവങ്ങളും അടങ്ങിയിരിക്കുന്നു. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 60ഓളം പോഷകമൂല്യങ്ങൾ ഈ ചെടിയിലുണ്ട്. ആരെങ്കിലും പറഞ്ഞ് വിശ്വസിക്കുമോ? ഇല ദാഹശമനിയായിട്ട് ഉപയോഗിക്കാം. കാഴ്ചക്കുറവ്, ത്വക്ക് രോഗം, സന്ധിവാതം, അൾഷിമസ്, ഇതിനൊക്കെ ഇത് ഉപയോഗിക്കാം. ഈ ഒരു പരിവാകുമ്പോൾ ഞങ്ങൾ സീഡ് കളക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സീഡിൽ നിന്നാണ് അടുത്ത ജനറേഷൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിപ്പോൾ എന്ന് പറയുക വെച്ചാൽ നമ്മുടെ നാട്ടിൽ ആരും ഉപയോഗിക്കുന്നില്ല. പല രാജ്യങ്ങളും ഇതിൻ്റെ ഇല ചതച്ച് ഉളുക്കിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ശരീരത്തെ തണുപ്പിക്കാനൊക്കെ വളരെ നല്ലൊരു ചെടി എന്ന് പറയുക, നല്ലൊരു ഔഷധമാണ് ഈ അഗസ്ത്യച്ചീര. പക്ഷെ ആരും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഈ പരിവാകുമ്പോൾ ഞങ്ങൾ വിത്ത് കളക്ട് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ സൂക്ഷിക്കും. അത് കഴിഞ്ഞിട്ട് എന്ന് പറയുക അതിൽ നിന്ന് കളക്ട് സീഡ് എടുത്തതിന് ശേഷം മാത്രമാണ് ഇതിനെ വീണ്ടും നമ്മൾ മുളപ്പിക്കുന്നത്. ഇതിപ്പോൾ സീഡ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സീഡ് ഇതിങ്ങനെ ഇരിക്കും. ഈ സീഡാണ് നമ്മൾ വീണ്ടും മുളപ്പിക്കുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ സീഡിൽ ഞാൻ പറഞ്ഞില്ല, നന്നായിട്ട് കൊഴുപ്പ്, അന്നജതൊക്കെ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആരും ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം. പിന്നെ ഇതിപ്പോൾ ഞാൻ കളക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊടുക്കും. അതേപോലെ തന്നെ ഈ മൃഗങ്ങൾക്ക് തീറ്റയായിട്ടും ഇതിൻ്റെ ഈ ഇലയും ഈ വിത്തൊക്കെ കൊടുക്കാൻ സാധിക്കും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങൾക്കും നല്ലൊരു കൈത്തീറ്റയായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാനിത് കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർ കഴിച്ചില്ലെങ്കിൽ നമ്മുടെ മൃഗങ്ങളൊക്കെ വളർത്തുന്ന ആളുകൾക്കും ഇതിൻ്റെ വിത്തൊക്കെ കളക്ട് ചെയ്ത് മുളപ്പിച്ച് അവർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പറയുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു.